So next topic is concept of data analysis. അപ്പോൾ എന്താണ് ഡാറ്റ അനാലിസിസ് എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ കോർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഡാറ്റ അനാലിസിസ് ആണ്. അതായത് ബിസിനസ്സിന് ഇൻഫർമേഷൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യിക്കാം, ആ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡാറ്റ അനാലിസിസ് എന്നുള്ള ആ ഒരു ബേസിക്സിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ഡാറ്റ അനാലിസിസ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് ഇതാണ്: ഡാറ്റ അനാലിസിസ് ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? യൂസിങ് അനാലിറ്റിക്കൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ടു ഡിസ്കവർ യൂസ്ഫുൾ ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അല്ലെങ്കിൽ അനാലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്തതിന് ശേഷം ആ ഡാറ്റയെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റയെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ടേക്കിംഗ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വി ആർ ടേക്കിംഗ് ഇൻഫോർമേറ്റീവ് ഡിസിഷൻസ് ഫ്രം ഇറ്റ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിലേക്ക്, ഇപ്പോൾ കല്യാൺ സിൽക്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത അതേ എക്സാമ്പിളാണ്. കല്യാൺ സിൽക്സിൻ്റെ എക്സാമ്പിൾ എടുത്താൽ ഒരു ദിവസം കല്യാൺ സിൽക്സ് എത്ര സ്ത്രീകൾ ഷോപ്പിംഗ് ചെയ്യാൻ വരുന്നു, എത്ര പുരുഷന്മാർ ഷോപ്പിംഗ് ചെയ്യാൻ വരുന്നു, ഇതാണ് ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഈ ഒരു ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഷോപ്പിംഗ് ചെയ്യാൻ വന്ന 100 പേരിൽ 50 പേര് പുരുഷന്മാരും 50 പേര് സ്ത്രീകളുമാണ് എന്നാണ് നമുക്ക് കിട്ടിയ ഡാറ്റ എങ്കിൽ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും 50% ഓഫ് ദ കസ്റ്റമേഴ്സ് ആർ മെയിൽ ആൻഡ് 50% ഓഫ് ദ കസ്റ്റമേഴ്സ് ആർ ഫീമെയിൽ. അപ്പോൾ രണ്ടുപേരും ഈക്വലി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈക്വലി 2 ജെൻഡറിനെയും നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് ഷോപ്പിംഗ് ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ഒരു ഡാറ്റ കളക്ട് ചെയ്തു. ഇപ്പോൾ 100 കസ്റ്റമേഴ്സാണ് ഒരു ദിവസം കല്യാൺ സിൽക്സിലേക്ക് വരുന്നത്. ഇതിൽ 75% സ്ത്രീകളും 25% പുരുഷന്മാരുമാണ് എന്നാണ് നമുക്ക് കിട്ടിയ ഡാറ്റ എങ്കിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, പെർസെൻറ്റേജ് അനാലിസിസ് നമ്മൾ നടത്തി കഴിഞ്ഞാൽ, വി ആർ ഗെറ്റിംഗ് ദാറ്റ് 75% ഓഫ് ദ കസ്റ്റമേഴ്സ് ആർ ഫീമെയിൽ ആൻഡ് 25% ഓഫ് ദ കസ്റ്റമേഴ്സ് ആർ മെയിൽ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. നമ്മൾ പെർസെൻറ്റേജ് അനാലിസിസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് സ്ത്രീകളാണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ജെൻഡർ വൈസ് ക്ലാസിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ സ്ത്രീകളാണ് കൂടുതലായിട്ട് കല്യാൺ സിൽക്സിലേക്ക് ഒരു ദിവസം ഷോപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ പുരുഷന്മാർ താരതമ്യേന കുറവായിട്ടാണ് കല്യാൺ സിൽക്സിലേക്ക് ഷോപ്പ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അനാലിസിസ് നടത്തുന്നു. എന്തുകൊണ്ടാണ് പുരുഷന്മാരുടെ ആ ഒരു വരവ് കുറയുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാരെ അല്ലെങ്കിൽ കല്യാൺ സിൽക്സിന് എന്തുകൊണ്ട് ഷോപ്പിങ്ങിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല? ഇങ്ങനെ ഒരു അനാലിസിസ് നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡാറ്റ അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്നും മനസ്സിലാക്കാനും ആ ഒരു കിട്ടിയ ഇൻഫർമേഷൻ്റെ ബേസിസിൽ പല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും, അല്ലെങ്കിൽ പല നല്ല രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അതാണ് ഈ ഡാറ്റ അനാലിസിസിൻ്റെ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഡാറ്റ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ആർ കളക്റ്റിംഗ് ഡാറ്റ. നമ്മൾ ഡാറ്റ ആദ്യം കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. വി ആർ പ്രോസസ്സിങ് ഇറ്റ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ആവറേജ് കാണാം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കാണാം, മീൻ, മീഡിയൻ, മോഡ്, ഇങ്ങനെ ഏത് രീതിയിലുള്ള മെഷേഴ്സും നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ്, ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പോലെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഡാറ്റയെ പ്രോസസ്സ് ചെയ്താൽ നമുക്ക് പിന്നെ കിട്ടുന്നത് ഇൻഫർമേഷനാണ്. അതായത് വി ഹാവ് കൺവേർട്ടഡ് ദ ഡാറ്റ ഇൻ ടു മീനിങ് ഇൻഫർമേഷൻ. നമുക്ക് ആ മീനിങ് ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. Then once the data is collected and sorted, the results are interpreted to make decisions. നമ്മൾ പറഞ്ഞു, the end result of data analyzed can be delivered as summary reports or charts or graphs. അപ്പോൾ ഈ ഡാറ്റയെ നമുക്ക് 2 രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്താൽ ആ റിസൾട്ട് ഉണ്ടല്ലോ, ആ റിസൾട്ടിനെ, ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് 2 രീതിയിലാണ് കാണിക്കാൻ സാധിക്കുക. ഒന്നല്ലെങ്കിൽ നമുക്കത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ ഫോമിൽ നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും.
അതായത് ഡിസ്ക്രിപ്റ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ആർ എക്സ്പ്രസിങ് ദ റിസൾട്ട്സ് ഇൻ ദ ഫോം ഓഫ് വേർഡ്സിൻ്റെ രീതിയിൽ നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ പൈ ചാർട്ടിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്റോഗ്രാംസിലൂടെ ഇങ്ങനെ നമുക്ക് ലൈൻ ചാർട്ടിലൂടെ ഇങ്ങനെ ഗ്രാഫിക്കലായിട്ട് അല്ലെങ്കിൽ നമുക്കതിനെ പിക്ചറായിട്ട് അല്ലെങ്കിൽ ചാർട്ടിൻ്റെ രൂപത്തിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിപ്പോർട്ട് വേർഡ്സിലാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മനസ്സിലാക്കാനും ഡിസിഷൻ മേക്കിങ് കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. കാരണം റിപ്പോർട്ട് മുഴുവൻ വായിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും അതിനനുസരിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്ത് നമുക്ക് ഡിസിഷൻ എടുക്കാനും ഒക്കെ സാധിക്കുള്ളൂ. നേരെ മറിച്ച് നമുക്ക് ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്ത് റിപ്പോർട്ട് കിട്ടുന്നത് ചാർട്ടിൻ്റെ ഫോമിലാണ്, അല്ലെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ട് കിട്ടുന്നത് ഒരു ഗ്രാഫിൻ്റെ ഫോമിലാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒറ്റ നോട്ടത്തിൽ തന്നെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും സ്പീഡിയറായിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാനും സാധിക്കും. അപ്പോൾ അതാണ് ഈ റിപ്പോർട്ടിൻ്റെ ബേസിസിൽ റിസൾട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ ബേസിസിൽ റിസൾട്ട് കിട്ടിയാലും ഉള്ള ഡിഫറൻസ്. റിപ്പോർട്ടിൻ്റെ ബേസിസിലാകുമ്പോൾ വേർഡ്സിലാണ് അതിനെ നമ്മളുടെ ഡാറ്റയെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ വേർഡ്സിലാണ് നമ്മുടെ ഇൻഫർമേഷനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേർഡ്സിലുള്ളത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഗ്രാഫിൻ്റെ ഫോമിൽ അല്ലെങ്കിൽ ചാർട്ടിൻ്റെ ഫോമിലുള്ള പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് എങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും വളരെ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ മനസ്സിലാക്കി ഡിസിഷൻസ് എടുക്കാനും സാധിക്കും. So what is data analysis? Data analysis is the process of collecting. So we have to first collect data. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ എത്ര സ്ത്രീകൾ വന്നു എന്നും എത്ര പുരുഷന്മാർ വന്നു എന്നും നമ്മളത് അവരുടെ കൗണ്ട് എടുക്കണം അല്ലേ. അപ്പോൾ ആദ്യം ഒന്നല്ലെങ്കിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഡോറിൽ വല്ല സംവിധാനം ഫിക്സ് ചെയ്യാം. അതായത് ഓട്ടോമാറ്റിക്കലി എത്ര പേര് എൻ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ള കണക്കെടുക്കാൻ ഡോറിൽ വല്ല മെക്കാനിസം നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് ഡോർ കൗണ്ടർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫുഡ് സ്റ്റെപ്പ് കൗണ്ടർ എന്ന് പറയുന്ന സംവിധാനം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ ഡോറിൽ ഒരാളെ നിർത്താം. ആ വ്യക്തി എന്ത് ചെയ്യണം, ഓരോ കസ്റ്റമറും നമ്മുടെ കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ കസ്റ്റമറും ഷോറൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളത് ആ വ്യക്തി എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ വി ഹാവ് ടു കളക്ട് ഇൻഫർമേഷൻ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻഫർമേഷനെ ട്രാൻസ്ഫോം ചെയ്യണം. ഇപ്പോൾ ഒരു ബുക്കിലാണ് ഒരു വ്യക്തി ഈ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ ബുക്കിലുള്ള ഇൻഫർമേഷനെ നമ്മളൊന്നല്ലെങ്കിൽ എക്സൽ ഷീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എക്സൽ ഷീറ്റ്സിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ എഴുതിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഒരു കമ്പ്യൂട്ടറുടെ സഹായത്തോടു കൂടി എക്സൽ ഷീറ്റിലേക്ക് നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സോ വി ആർ ട്രാൻസ്ഫോമിങ് ദ ഡാറ്റ. ദെൻ വി ഹാവ് ടു ക്ലീൻ ദ ഡാറ്റ. അതായത് ചില ഇൻഫർമേഷനൊക്കെ അൺക്ലിയർ ആയിരിക്കും. അൺക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പോൾ ക്ലിയർ ചെയ്യുന്നതിനെയാണ് ഇവിടെ ക്ലീനിങ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയൊരു ഇൻഫർമേഷനാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന ഒരൊറ്റ ഇൻഫർമേഷൻ മാത്രമേ നമ്മൾ ഈ എക്സാമ്പിളിൽ പറയുന്നുള്ളൂ. പക്ഷേ സാധാരണഗതിയിൽ ഒരു കസ്റ്റമറിൽ നിന്നും ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മുടെ സ്ഥാപനത്തിലെ എയർ കണ്ടീഷൻ ഫെസിലിറ്റിയോട് എന്നുള്ള അഭിപ്രായം എന്താണ്, അവർക്ക് നമ്മുടെ സ്ഥാപനത്തിലെ സെയിൽസ് വിമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്, അതുപോലെ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഫ്ലോർ മാനേജേഴ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്, നമ്മുടെ ഷോറൂമിലെ ഓവറോൾ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്, കളക്ഷനെ കുറിച്ചിട്ടുള്ള ഡ്രസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ആ ഒരു സ്ഥാപനത്തിൻ്റെ വേരിയസ് ആസ്പെക്ട്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അല്ലെങ്കിൽ വേരിയസ് ആസ്പെക്ട്സിനോടുള്ള പെർസെപ്ഷൻ എന്താണെന്നുള്ളതിന് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ചിലതിനോട് ഈ കസ്റ്റമേഴ്സ് പ്രതികരിച്ചിട്ടുണ്ടാവും, ചിലതിനോട് കസ്റ്റമേഴ്സ് പ്രതികരിച്ചിട്ടുണ്ടാവില്ല. അതായത് ചില ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ചില ക്വസ്റ്റ്യൻസിനോട് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഒരു ക്ലീനിങ് പ്രോസസ്സിലൂടെ ഒരു പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടിയ ഡാറ്റയെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വി വിൽ കൺവേർട്ട് ദ ഡാറ്റ ഇൻഫു മീനിങ് ഇൻഫർമേഷൻ. ഏതെങ്കിലുമൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഡാറ്റേനെ മീനിങ് ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ മോഡലിംഗ് ഡാറ്റ എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? വിത്ത് ദ ഗോൾ ഓഫ് ഡിസ്കവറിങ് ദ റിക്വയർഡ് ഇൻഫർമേഷൻ. നമ്മൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുന്നതിൻ്റെ പുറകിലൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ആ ഉദ്ദേശം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഡാറ്റ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഡാറ്റ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് അതിനെ മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? അതിൽ നിന്നും മീനിങ് ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക്സിലേക്ക് വരാം. എന്താണ് ഡാറ്റ? ഡാറ്റ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് തിങ്സ് ബൈ അസൈനിങ് എ വാല്യൂ ടു ഇറ്റ്. അപ്പോൾ ഡാറ്റ മീനിങ് ഫുൾ ആവണമെങ്കിൽ ഡാറ്റയ്ക്ക് എന്ത് കൊടുക്കണം? ഒരു വാല്യൂ കൊടുക്കണം. ഒരു വാല്യൂ കൊടുത്താൽ മാത്രമേ ആ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മീനിങ് ഫുൾ ആക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വ്യക്തിയോട് ചോദിക്കുകയാണ്, ഈ ഒരു ഇപ്പോൾ കല്യാൺ സിൽക്സിൻ്റെ എക്സാമ്പിളിൽ നമ്മൾ ഒരു കസ്റ്റമറിനോട് ചോദിക്കുകയാണ്, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് കളക്ഷൻസ് ഷോൺ ഇൻ ദിസ് ഷോപ്പ്. ഈ ഒരു ഷോപ്പിൽ എക്സിബിറ്റ് ചെയ്തിട്ടുള്ള കളക്ഷൻസിൽ, ഇപ്പോൾ ഡ്രസ് മെറ്റീരിയൽസ് കളക്ഷൻസിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഒന്നല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഡൈക്കോട്ടോമസ് ആൻസർ തരാം. ഡൈക്കോട്ടോമസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യെസ് ഓർ നോ ആൻസർ. വേണമെങ്കിൽ ആ വ്യക്തിക്ക് യെസ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നോ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ യെസ്സിനും നോവിനും ഓരോ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നോ എന്നാണ് ആ വ്യക്തി പറയുന്നതെങ്കിൽ നമ്മൾ നോവിന് 0 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. യെസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ യെസ്സിന് 1 എന്ന വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കുറേ കസ്റ്റമേഴ്സിനോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവസാനം നമുക്ക് എത്ര 0 കിട്ടി, എത്ര 1 കിട്ടി എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ഹൗ വി അസൈൻ വാല്യൂ ടു എ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ദർ ഈസ് എ വേ ഇൻ വിച്ച് വി ഗിവ് വാല്യൂ ടു എ റെസ്പോൺസ്. ഒരു റെസ്പോൺസിന് അങ്ങനെ വാല്യൂ കൊടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാറ്റ എന്ന് വിളിക്കുന്നത്. സോ ഡാറ്റ ഈസ് യൂസ് ടു ഡിസ്ക്രൈബ് തിങ്സ് ബൈ അസൈനിങ് എ വാല്യൂ ടു ദം. അപ്പോൾ നമ്മളിവിടെ എന്താണ് നമ്മളിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? വി ആർ ഡിസ്ക്രൈബിങ് വെദർ കസ്റ്റമർ ഈസ് സാറ്റിസ്ഫൈഡ് ടുവേർഡ്സ് എ കളക്ഷൻസ് ദാറ്റ് ഈസ് ഷോൺ ഇൻ എ പെർട്ടിക്കുലർ ഷോറൂം. ഒരു ഷോറൂമിലെ കളക്ഷനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്? വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അങ്ങനെ വാല്യൂ ആയി കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ. ദ വാല്യൂസ് ആർ, അപ്പോൾ ഇങ്ങനെ നമുക്ക് വാല്യൂസ് കിട്ടി. ദ വാല്യൂസ് ആർ ദെൻ ഓർഗനൈസ്ഡ്. ഈ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം? എത്ര യെസ്, എത്ര നോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഇവിടെ ഓർഗനൈസ്ഡ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ പ്രോസസ്സ് ചെയ്യണം. ഏതെങ്കിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യണം. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെർസെൻറ്റേജ് അനാലിസിസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ എത്ര ശതമാനം ആൾക്കാർ യെസ് എന്ന് പറഞ്ഞു, എത്ര ശതമാനം ആൾക്കാർ അതിന് നോ എന്ന് പറഞ്ഞു എന്നുള്ളത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. And present them with a given context so that it becomes useful. അപ്പോൾ അങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? സോ ദാറ്റ് വി ക്യാൻ മേക്ക് ദ ഡാറ്റ എ മീനിങ് ഫുൾ ഇൻഫർമേഷൻ. ആ ഡാറ്റയെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് ദ കസ്റ്റമേഴ്സ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ collections exhibited in the showroom and how much customers are not satisfied with the collection exhibited in the showroom. അപ്പോൾ നമ്മൾ അതിനെ ഒരു മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡാറ്റ കളക്ട് ചെയ്യണം. ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ മീനിങ് ഫുൾ ഇൻഫർമേഷൻ നമ്മൾ എന്തായിട്ട് സബ്മിറ്റ് ചെയ്യും? എന്തെങ്കിലും ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യും. റിപ്പോർട്ട് ഒന്നല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിപ്പോർട്ടായിരിക്കും, അല്ലെങ്കിൽ ചാർട്ടിൻ്റെ ഫോമിലുള്ള അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ ഫോമിലുള്ള വിഷ്വൽ ആയിട്ടുള്ള റിപ്പോർട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഡാറ്റ അനാലിസിസിൻ്റെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ ഡാറ്റ ക്യാൻ ബി നമ്പേഴ്സ്, ഇറ്റ് ക്യാൻ ബി ക്യാരക്ടേഴ്സ്, ഇമേജസ് or other method of recording in a form which can be assessed to make determination or decision about a specific action. അപ്പോൾ ഡാറ്റ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്പേഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ന്യൂമറിക്സ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അത് എന്തും ആവാം. അത് ഒരു ഡിസ്ക്രിപ്ഷനും വേണമെങ്കിൽ ആവാം. അപ്പോൾ ഹൈലി സാറ്റിസ്ഫൈഡ്, ഡിസ്സാറ്റിസ്ഫൈഡ്, ഇതൊക്കെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷനും ആവാം, അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷനും ആവാം. So data can be anything from numbers, it can be characters. ഇപ്പോൾ ഈ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്മൈലീസിൻ്റെ ബേസിസിൽ ചില സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറയാറുണ്ട്? ഒരു ഓർഗനൈസേഷനെ പറ്റി റാങ്ക് ചെയ്യാൻ പറയാറുണ്ട്.
ഇപ്പോൾ ഹാപ്പി ആയിട്ടുള്ളൊരു സ്മൈലി കാണിക്കുക, പിന്നെ ആംഗ്രി ആയിട്ടുള്ളൊരു സ്മൈലി കാണിക്കാം, സാഡ് ആയിട്ടുള്ള സ്മൈലി കാണിക്കാം. ഇങ്ങനെ ഒരു പല ടൈപ്പിലുള്ള സ്മൈലീസ് കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. അപ്പോൾ കളക്ഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ. കളക്ഷനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ്, ഡിസാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ സ്മൈലീസ് കാണിച്ചിട്ട്, ഇപ്പോൾ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി സ്മൈലി ക്ലിക്ക് ചെയ്യൂ, അല്ലെങ്കിൽ സാഡ് ആണെങ്കിൽ ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് അവർ കളക്ഷൻ സാഡ് സ്മൈലി, ഇഫ് യു ആർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് അവർ കളക്ഷൻ നിങ്ങൾക്ക് ആംഗ്രി സ്മൈലി വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്മൈലി ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഇമേജസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാസ് കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഡാറ്റ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്പേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല, അതെന്തും ആവാം, ഇമേജസോ ക്യാരക്ടേഴ്സോ ഒക്കെ ആവാൻ സാധിക്കും. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കണം, ഇതിനെയൊക്കെ നമുക്ക് പ്രോസസ്സ് ചെയ്ത് മീനിങ് ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കണം എന്ന് മാത്രം. പിന്നെ ഒരു ഡെഫിനിഷനാണ് എന്താണ് ഡാറ്റ എന്നുള്ളത്. അക്കോർഡിംഗ് ടു വെബ്സ്റ്റർ ഓൺലൈൻ ഡിക്ഷണറി, ഡാറ്റ ഈസ് ഡിഫൈൻഡ് ആസ് ഫാക്ച്വൽ ഇൻഫർമേഷൻ യൂസ്ഡ് ആസ് എ ബേസിസ് ഫോർ റീസണിങ്, ഡിസ്കഷൻ ഓർ കാൽക്കുലേഷൻ. ഫാക്ച്വൽ ഇൻഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ആയിരിക്കണം. അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയെ എന്നാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇസ് കോൾഡ് ഡാറ്റ. ഇനി നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, അല്ലെങ്കിൽ ടൈപ്സ് ആണ് വരുന്നത്. അപ്പോൾ ഡാറ്റയെ ബ്രോഡായിട്ട് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡാറ്റയും പിന്നെ ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഡാറ്റയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതെന്ന് ആദ്യം നമുക്ക് നോക്കാം. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആർ ഡാറ്റ ദാറ്റ് യൂസസ് വേർഡ്സ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്. ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ വേർഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. നിങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂമിലെ കളക്ഷൻസ് ഇഷ്ടമായോ? ഹൈലി സാറ്റിസ്ഫൈഡ്, സാറ്റിസ്ഫൈഡ്, നൈദർ സാറ്റിസ്ഫൈഡ് നോർ ഡിസാറ്റിസ്ഫൈഡ്, ഡിസാറ്റിസ്ഫൈഡ്, ഹൈലി ഡിസാറ്റിസ്ഫൈഡ്. അപ്പം അങ്ങനെ നമ്മൾക്ക് 5 സ്കെയിൽ കൊടുത്തിട്ട് ഈ 5 സ്കെയിലിൽ നമ്മൾ ആ ഒരു കളക്ഷനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താൻ പറയണം. അപ്പോൾ ഇവിടെ വേർഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഈ പറയുന്ന ഓപ്ഷൻസ് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഒരാളുടെ അടുത്ത്, ഒരു കസ്റ്റമറോട് നേരിട്ട് പോയി ചോദിക്കണം, നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമായോ എന്ന് ചോദിക്കണം. അപ്പോൾ അയാൾ തിരിച്ച് പറയണം, ഇഷ്ടമായി എന്ന് പറയണം. അപ്പോൾ അവിടെ ദ ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് എ ഡിസ്ക്രിപ്ഷൻ. ആ വ്യക്തി വാക്കുകളിലൂടെയാണ് നമുക്ക് ആ വ്യക്തിയുടെ അഭിപ്രായം പറയുന്നത്. ഇനി നമ്മൾ വേറൊരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഒരു ഷോപ്പിങ്ങിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രൈസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താണ്, ഞങ്ങളുടെ ഷോറൂമിലുള്ള തുണിത്തരങ്ങളുടെ പ്രൈസിനെ കുറിച്ചിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. അപ്പോൾ അയാൾ പറയണം, ഭയങ്കര വില കൂടുതലാട്ടോ എന്ന് പറയണം. അപ്പോൾ ഭയങ്കര വില കൂടുതലാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഹീ ഈസ് എക്സ്പ്രസിങ് ഹിസ് ഒപ്പീനിയൻ ഇൻ ദ ഫോം ഓഫ് വേർഡ്സ്. വേർഡ്സിലാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്, ആ വ്യക്തിയുടെ ഒപ്പീനിയൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേർഡ്സിൽ ഒപ്പീനിയൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ദെർഫോർ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് കമ്പാരിസൺ. അപ്പോൾ ഈ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഡാറ്റ പ്രോസസ്സിങ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനൊക്കെ ഇതുപോലെയുള്ള വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ പ്രോസസ്സ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പാരിസൺസ് ഒക്കെ നടത്താനും വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലാതെ ന്യൂമറിക്കൽസിലല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ കേസിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടെക്സ്ചർ, ടേസ്റ്റ് എക്സെട്ര. ഇപ്പോൾ ടെക്സ്ചർ സ്മൂത്ത് ആണോ? ഇറ്റ്സ് വെരി സ്മൂത്ത്. ഇറ്റ്സ് സംവാട്ട് സ്മൂത്ത്. അപ്പോൾ ഈ സംവാട്ട് എന്ന് പറയുമ്പോൾ എത്ര, 50% സ്മൂത്താണോ, 60% സ്മൂത്താണോ, 70% സ്മൂത്താണോ, നമുക്കറിയില്ല. അത് റെസ്പോണ്ടൻ്റ് എന്ന് മാത്രമേ പറയുള്ളൂ, ഇറ്റ് ഈസ് സംവാട്ട് സ്മൂത്ത്. അപ്പോൾ സംവാട്ട് എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഇപ്പോൾ എനിക്ക് സംവാട്ട് സ്മൂത്ത് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാതെ സ്മൂത്ത്, നല്ല രീതിയിലുള്ള കാര്യമായിരിക്കും, നല്ല സ്മൂത്താണ് എന്നുള്ളതായിരിക്കും ഞാൻ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. വേറൊരു വ്യക്തി സംവാട്ട് സ്മൂത്ത് എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത് നെഗറ്റീവ്, കുഴപ്പമില്ല സ്മൂത്താണ് എന്നൊരു രീതിയിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻറ്റൻസിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ വേർഡ്സിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ്റെ രൂപത്തിൽ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോരുത്തരും ഓരോ വേർഡ് യൂസ് ചെയ്യുന്നത് ഓരോ സെൻസിലായിരിക്കും അല്ലെങ്കിൽ ഓരോ നേച്ചറിലായിരിക്കും.
അതുപോലെ തന്നെ ടേസ്റ്റ്, രുചിയുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്നാൽ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ല. കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഈസിയാണോ? കുഴപ്പമില്ല. ടഫായിരുന്നു. അങ്ങനെ ടഫെന്ന് പറയാനൊന്നും പറ്റില്ല, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് അതിൽ നിന്നും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ ഒരു പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അത്ര യൂസ്ഫുൾ അല്ലാത്ത ഡാറ്റയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ചില സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഡാറ്റയാണ്. കാരണം ഈ ടേസ്റ്റ്, പ്രിഫറൻസ്, സാറ്റിസ്ഫാക്ഷൻ ഇതൊക്കെ നമുക്ക് എന്തായിട്ടേ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ രൂപത്തിലാണ് മിക്കവാറും നമ്മൾ കളക്ട് ചെയ്യുക. സോ ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആർ കളക്റ്റഡ് ത്രൂ ഫോക്കസ് ഗ്രൂപ്പ്. നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, ആ ടാർഗറ്റ് ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ കോളേജ് സ്റ്റുഡൻസിൽ നിന്നാണ് അറിയേണ്ടത് എങ്കിൽ ആ കോളേജ് സ്റ്റുഡൻസിനാണ് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത് ആരിൽ നിന്നാണ്? ആ കോളേജ് സ്റ്റുഡൻസിൽ നിന്നാണ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യേണ്ടത്. സോ കോളേജ് സ്റ്റുഡൻസ് ഈസ് അവർ ഫോക്കസ് ഗ്രൂപ്പ്സ്. പിന്നെ ഇൻഫർമേഷൻ ക്യാൻ ബി കളക്റ്റഡ് ത്രൂ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ക്യാൻ ബി കളക്റ്റഡ് ത്രൂ ഇൻ്റർവ്യൂ, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനെയർ. ഇപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനെയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്താണ് എന്നുള്ളത് അവർക്ക് അവരുടെ വേർഡ്സിൽ തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ സ്വന്തം വേർഡ്സിൽ എഴുതാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനെയറിലൂടെ കളക്ട് ചെയ്യുന്ന ഡാറ്റ ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണെന്ന് പറയുന്നത്. അതുപോലെ ഇൻ്റർവ്യൂവിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സൗകര്യത്തിൽ എന്ത് ചെയ്യാം, ഉത്തരം പറയാം. അപ്പോൾ അങ്ങനെ റെസ്പോണ്ടൻസിന് മാക്സിമം ഫ്രീഡം കൊടുക്കുന്ന രീതിയിലുള്ള ഡാറ്റയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ അങ്ങനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡാറ്റ വിച്ച് ഈസ് ഇൻ ദ ഫോം ഓഫ് വേർഡ്സ് ഓർ ഡിസ്ക്രിപ്ഷൻ. വേർഡ്സിലൂടെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസിലൂടെ പറയുന്ന ഡാറ്റയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ഡാറ്റ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് നമ്പേഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, മെഷർ ചെയ്യാനും റാങ്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ലെങ്ത്ത്, വെയ്റ്റ്, ഏജ്, കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കും പ്രൈസും ആവാം, പ്രൈസ് എക്സെട്ര. ഇതൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ ഒരു എക്സാമ്പിളായിട്ട് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ക്യാൻ ബി എക്സ്പ്രസ്ഡ് വിഷ്വലി ഇൻ ഗ്രാഫ്സ് ആൻഡ് ടേബിൾസ്. കാരണം നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഗ്രാഫിക്കലായിട്ടും അല്ലെങ്കിൽ ടേബിൾ വൈസും ഒക്കെ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ക്യാൻ ബി സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കേണ്ടത്, ഇതിനെ പെർസെൻറ്റേജിൽ അല്ലെങ്കിൽ മീന് അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതുപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ കാറ്റഗറിക്കൽ ആൻഡ് കണ്ടിന്യൂസ്. ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദോസ് ആർ ഡാറ്റ വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ്. നമ്പേഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ക്യാൻ ബി പുട്ട് ഇൻ ടു ഇറ്റ് ക്യാൻ ബി മെഷേർഡ്, കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും, അതായത് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും, അതുപോലെ നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ സാധിക്കും. റാങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റാങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക്, നമുക്ക് ഒരു ക്ലാസ് റൂമിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് എന്ന് പറയുമ്പോൾ ആ മാർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും അല്ലേ. അങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അതിനെ കാറ്റഗറൈസ് ചെയ്യാം. കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എബവ് 60% കിട്ടിയ കുട്ടികൾ, എബവ് 70% കിട്ടിയ കുട്ടികൾ, എബവ് 80% കിട്ടിയ കുട്ടികൾ, എബവ് 90% കിട്ടിയ കുട്ടികൾ, അങ്ങനെ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും, റാങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ നമ്പേഴ്സിൽ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെല്ലാം എന്ത് ചെയ്യാം, ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ ടൂൾസ് യൂസ് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്കതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എത്ര ശതമാനം കുട്ടികൾക്കാണ്, ഒരു ക്ലാസ്സിൽ 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികളിൽ എത്ര ശതമാനം കുട്ടികൾ എബവ് 90 സ്കോർ ചെയ്തു, എത്ര ശതമാനം കുട്ടികൾ എബവ് 80 സ്കോർ ചെയ്തു, എത്ര ശതമാനം കുട്ടികൾ എബവ് 70 സ്കോർ ചെയ്തു. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പെർസെൻറ്റേജ് വൈസ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് അനാലിസിസ് നമുക്ക് നടത്താൻ സാധിക്കും. അപ്പോൾ ദ ഡാറ്റ കളക്റ്റഡ് ഇൻ ദ ഫോം ഓഫ് നമ്പേഴ്സ് ക്യാൻ ബി സ്റ്റാറ്റിസ്റ്റിക്കലി ഇവാലുവേറ്റഡ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതിനെ സ്റ്റാറ്റിസ്റ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് കാറ്റഗറിക്കൽ ഡാറ്റ, പിന്നൊന്ന് കണ്ടിന്യൂസ് ഡാറ്റ. കാറ്റഗറിക്കൽ ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഓർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. നമുക്ക്
ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഐറ്റം കനോട്ട് ബിലോങ് ടു മോർ ദാൻ വൺ ഗ്രൂപ്പ് അറ്റ് എ ടൈം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു കാറ്റഗറിക്കൽ ഡാറ്റയെ നമ്മൾ ഒരു ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഗ്രൂപ്പിൽ മാത്രമേ പ്ലേസ് ഉണ്ടാവുള്ളൂ. അതിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല, വേറൊരു ഗ്രൂപ്പിലതൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ റേസ്, ജെൻഡർ, ഏജ് ഗ്രൂപ്പ്, എഡ്യൂക്കേഷൻ എക്സെട്ര. ഇപ്പോൾ ഇവിടെ ജെൻഡർ വൈസ് ക്ലാസിഫിക്കേഷൻ എടുക്കാം. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ, ഇവ 2 ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ മെയിൽ ഗ്രൂപ്പിൽ പെട്ട ഒരു വ്യക്തിക്ക് പിന്നെ എവിടെ പെടാൻ സാധിക്കില്ല, ഫീമെയിൽ ഗ്രൂപ്പിൽ പെടാൻ സാധിക്കില്ല. കാരണം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു, ആ വ്യക്തിയെ മെയിൽ എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഫീമെയിൽ ഗ്രൂപ്പിൽ എക്സ്ക്ലൂസീവ്ലി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫീമെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസിഫിക്കേഷൻസിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഗ്രൂപ്പിങ്ങിനെയാണ് നമ്മൾ കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാറ്റഗറിക്കൽ ഡാറ്റ ക്യാൻ ബി പ്ലേസ്ഡ് ഓർ ഡിവൈഡഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. നമുക്ക് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ പറ്റുന്ന ഡാറ്റയെ വിളിക്കുന്ന പേരാണ് കാറ്റഗറിക്കൽ ഡാറ്റ. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾ, കാറ്റഗറിക്കൽ ഡാറ്റ. അല്ലെങ്കിൽ BCom ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ, ഇറ്റ് ഈസ് എ കാറ്റഗറിക്കൽ ഡാറ്റ. BCom ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളുടെ ഗ്രൂപ്പിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, BCom ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ BScക്ക് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ BAക്ക് പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സിന് പഠിക്കുന്ന കുട്ടികളോ ഈ പറയുന്ന ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഗ്രൂപ്പിന് ആരേ ഉള്ളൂ, നമ്മുടെ ഗ്രൂപ്പിൽ BCom ഡിഗ്രി സ്റ്റുഡൻസേ ഉള്ളൂ. സോ വി ആർ ഗ്രൂപ്പിംഗ് ഓർ വി ആർ ഡിവൈഡിങ് എ പെർട്ടിക്കുലർ we are dividing a population on the basis of a particular characteristic. ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഉള്ള അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നേച്ചറുള്ള വ്യക്തികളെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് കാറ്റഗറിക്കൽ ഡാറ്റ എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് കണ്ടിന്യൂസ് ഡാറ്റ. കണ്ടിന്യൂസ് ഡാറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഓൺ എ കണ്ടിന്യൂസ് റേഞ്ച് ഓർ സ്കെയിൽ. ഒരു കണ്ടിന്യൂസ് രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷനെ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഡാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് വാല്യൂസ് എന്ന് പറയുമ്പോൾ അവിടെ പോയിൻറ്റുകളൊക്കെ അലൗഡാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് 1 കഴിഞ്ഞാൽ പിന്നെ 2 ആയിരിക്കില്ല. 1 കഴിഞ്ഞാൽ 1.1 ആവാം, 1.2 ആവാം, 1.3 ആവാം, 1.4 ആവാം, വേണമെങ്കിൽ 1.41 ആവാം, 1.42 ആവാം, 1.43 ആവാം. അപ്പോൾ ഒരു സംഖ്യ എപ്പോഴും ഹോൾ സംഖ്യ ആവണമെന്നില്ല. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള സംഖ്യകളും നമ്മൾ ഡാറ്റ കളക്ഷന് വേണ്ടി അലൗബിൾ ആണ് എങ്കിൽ ദെൻ ദാറ്റ് ഈസ് കോൾഡ് എസ് കണ്ടിന്യൂസ് ഡാറ്റ. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈറ്റ്, ഇപ്പോൾ നമ്മൾ റൗണ്ടായിട്ട് 5 അടി എന്നൊക്കെ പറയും അല്ലെങ്കിൽ 6 അടി എന്നൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും 5 അടി അല്ലെങ്കിൽ 6 അടി ആയിരിക്കണം നിർബന്ധമില്ല. അപ്പോൾ 5.1, 5.2, അപ്പോൾ 5.22 ഇതെല്ലാം അലൗബിളാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ് നമ്മൾ കണ്ടിന്യൂസ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ആവാം, അല്ലെങ്കിൽ ഹൈറ്റ് ആവാം, ടെമ്പറേച്ചർ ആവാം. ഇങ്ങനെ ഇൻ കണ്ടിന്യൂസ് ഡാറ്റ ഓൾ വാല്യൂസ് ആർ പോസിബിൾ. ഒരു കണ്ടിന്യൂസ് ഡാറ്റയ്ക്ക് ഏതൊരു വാല്യൂവും അസ്യൂം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കണ്ടിന്യൂസ് ഡാറ്റയുടെ ഒരു പ്രത്യേകത. സോ കണ്ടിന്യൂസ് ഡാറ്റ ക്യാൻ അസ്യൂം ഓൾ വാല്യൂസ് പോസിബിൾ വിത്ത് നോ ഗ്യാപ്സ് ഇൻ ബിറ്റ്വീൻ. കണ്ടിന്യൂസ് ഡാറ്റയുടെ ഇടയിൽ എന്തുണ്ടാവില്ല, ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. കണ്ടിന്യൂസ് ഡാറ്റയിൽ എല്ലാ വാല്യൂസും ഒരു പെർട്ടിക്കുലർ ഡാറ്റയ്ക്ക് അസ്യൂം ചെയ്യാൻ സാധിക്കും. സോ ദീസ് ആർ ഡാറ്റാസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺ എ കണ്ടിന്യൂസ് റേഞ്ച് ഓർ സ്കെയിൽ. അപ്പോൾ അതിൻ്റെ ഒരു സമ്മറി നമുക്ക് നോക്കാം. ഡാറ്റ അനാലിസിസ് ക്യാൻ റെഫർ ടു എ വെറൈറ്റി ഓഫ് സ്പെസിഫിക് പ്രൊസീജിയേഴ്സ് ആൻഡ് മെത്തേഡ്സ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഡാറ്റ കളക്ഷൻ ഉണ്ട്, പിന്നെ ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റയെ നമ്മൾ പ്രോസസ്സ് ചെയ്യും, ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വെച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് അതിനെ മീനിങ്ഫുൾ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യും. മീനിങ്ഫുൾ ഇൻഫോർമേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മളതിനെ ഒരു റിപ്പോർട്ടിൻ്റെ ഫോമിലോ അല്ലെങ്കിൽ ഗ്രാഫിൻ്റെ ഫോമിലോ നമ്മളത് പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ഡാറ്റ അനാലിസിസിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഡാറ്റ ഈസ് അനലൈസ്ഡ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. Then data analysis includes way of working with information to support decision making. ഡാറ്റ അനലൈസ് ചെയ്യുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, മീനിങ്ഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റയെ അനലൈസ് ചെയ്യുന്നത്.